അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി ഡിവൈഎസ്പിയുടെ കീഴിൽ 10-അംഗ സംഘം ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കും. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്ന് പോലീസ് അറിയിച്ചു. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, 16,500 രൂപയാണ് പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് കവർന്നത്. ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ നടപടി? ബില്ലിലെ അടിമാലി സ്വദേശിയായ ക്യാൻസർ രോഗിയായ ഉഷയെ കഴിഞ്ഞ ദിവസമാണ് രാവിലെ വീട്ടിൽ എത്തിയ മോഷ്ടാവ് കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഈ 16,500 രൂപ മോഷ്ടിക്കുന്ന സംഭവം ഉണ്ടായത്. കീമോ ചികിത്സയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മോഷ്ടാവിനെ പറ്റി പോലീസിന് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ചു എന്നുള്ളതാണ് അടിമാലി പോലീസ് നമുക്ക് നൽകിയ വിവരമെങ്കിൽ ഇപ്പോഴും അത് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസിനായി നിയോഗിച്ചിട്ടുള്ളത്. 10 പേരടങ്ങുന്ന സംഘമാണ് ഈ സംഭവം അന്വേഷിക്കുക. ഇവിടെ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വിദഗ്ധരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ വിരലടയാളങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് തുടർ നടപടികളുമായി പോകുന്നത്. ഇന്ന് രാവിലെ ഈ 10-അംഗ സംഘം അടിമാലിയിലെത്തി ഉഷയുടെ വീട്ടിൽ പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉഷയുടെ ചികിത്സാർത്ഥം സുമനസ്സുകൾ സ്വരൂപിച്ച് നൽകിയ 16,500 രൂപയാണ് ഈ മോഷ്ടാവ് അപഹരിച്ചു കൊണ്ടുപോയത്. തീർത്തും നിർദ്ധനമായ ഒരു കുടുംബത്തിലെ അവസ്ഥയാണ് ഉഷയ്ക്കുള്ളത്. ഉഷയുടെ ഭർത്താവും മക്കളും ഇല്ലാതിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മോഷ്ടാവിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഒരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അല്ലെങ്കിൽ ഉഷയുടെ വീടുമായി പരിചയമുള്ള ആൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നേരത്തെ പോലീസിനൊരു വിവരം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അയാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ ശാസ്ത്രീയമായും വിപുലീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘം ഇന്നു മുതൽ ഈ സംഭവം അന്വേഷിച്ച് ഉടൻ തന്നെ പ്രതിയെ കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഇപ്പോൾ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ്. ഇടുക്കി സ്വദേശിയായിട്ടുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള സ്ത്രീയെ കെട്ടിയിട്ടാണ് 16,500 രൂപ കവർന്നത്. പ്രതിക്കായുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.